സാധാരണ ഈ നോമ്പ് സമയത്തൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സമ്മറിലാണ് നമ്മുടെ ഈ നോമ്പ് വരുന്നത്. അപ്പം ധാരാളം വെള്ളം കുടിച്ചിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി സമ്മറിൽ സ്കിൻ ഡിസീസസ് കൂടുതലുള്ളൊരു സമയമാണ്. ഈ നമ്മുടെ പ്രിക്ലി ഹീറ്റ് പോലെ, ചൂടുകുരു പോലെ, അല്ലെങ്കിൽ അലർജി പോലെ, അലർജിക് ഡെർമറ്റൈറ്റിസ് പോലെ, അല്ലെങ്കിൽ ഡാൻഡ്രഫ്, താരനും ഇതൊക്കെ കൂടുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത്. പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന നമ്മുടെ ഈ നോമ്പ് ഈ ഒരു സമ്മർ സീസണിലും കൂടി ആയതുകൊണ്ട് ധാരാളം നമ്മൾ അത്താഴത്തിന് ഇപ്പോൾ നോമ്പെടുക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അത്താഴം കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ധാരാളം വെള്ളം, ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. അത് കഴിക്കാതെ നമ്മൾ കൂടുതലായിട്ട് ഓവർ ഹീറ്റ് ആവുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഈ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഫ്രൈഡ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. അത് പൊതുവേ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടും. ഓൾറെഡി അന്തരീക്ഷം ചൂടാണ്, പിന്നെ ഇത്തരം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് സ്കിന്നിൽ പ്രശ്നങ്ങളുണ്ടാക്കും, നമ്മുടെ വയറിൽ പ്രശ്നങ്ങളുണ്ടാക്കും, നോമ്പ് നമുക്ക് വീണ്ടും അടുത്തൊരു നോമ്പ് നോൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ശരീരം ക്ഷീണിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നോമ്പെടുക്കുന്ന ആളുകൾ ഈ വിഷയം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതും ഫ്രൂട്ട്സ് കഴിക്കുന്നതും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് സ്കിന്നിലടക്കം പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ മൂത്രക്കല്ലടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും ഓർക്കുക.